മന്ത്രിസഭാ രൂപീകരണത്തിനായി ഡൽഹിയിൽ ഇന്നും നിർണായക ചർച്ചകൾ നടക്കും. ബി.ജെ.പി മന്ത്രിമാരെ സംബന്ധിച്ച് നാളെ തീരുമാനമെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിസഭയിലെ മറ്റെല്ലാ അംഗങ്ങളും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇത്തവണ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷം ആവശ്യപ്പെടും. ഇന്ത്യ സഖ്യത്തിലും സുപ്രധാന നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അഖിലേഷ് കിങ് മേക്കർ ആകണമെന്ന് മമതയും ഉദ്ധവ് താക്കറെയും. എൻ.ഡി.എയിൽ നിന്ന് കൂടുതൽ പാർട്ടികളെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആം ആദ്മി പാർട്ടിയും. നിലവിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലെന്ന് കോൺഗ്രസ്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു ദില്ലിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. അങ്ങനെ കാര്യങ്ങൾ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് എൻ.ഡി.എയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഈ നാളെ മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാവും. ഇന്ന് യോഗം നടക്കുന്നുണ്ട്. എൻ.ഡി.എയുടെ നീക്കം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മോത്തി. ഇന്നും ഡൽഹിയിൽ ഈ വാർത്തകളുടെ ഒരു പെരുമഴക്കാലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാവിലെ 11 മണിക്ക് എൻ.ഡി.എയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതായിരിക്കും. ഈ യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പിയുടെയും അതുപോലെ തന്നെ എൻ.ഡി.എയിലെ മറ്റ് ഘടകകക്ഷികളിലെയും ഒക്കെ എം.പിമാർ പങ്കെടുക്കുന്നതായിരിക്കും. എൻ.ഡി.എയുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നതായിരിക്കും. വിവിധ നേതാക്കൾ പങ്കെടുക്കുന്നതായിരിക്കും. ഈ യോഗത്തിൽ വെച്ച് ഈ നരേന്ദ്രമോദിയെ എൻ.ഡി.എയുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതായിരിക്കും. തുടർന്ന് ഈ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ സന്ദർശിക്കുന്നതായിരിക്കും. ഈ രാഷ്ട്രപതി ഭവനിൽ അതിനുള്ള ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊക്കെ ഉള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം ഈ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ, ചിരാഗ് പാസ്വാൻ, ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങി എൻ.ഡി.എയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി രാഷ്ട്രപതി ഭവനിൽ എത്തുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് രാഷ്ട്രപതി ഭവനിലെത്തി ഈ രാഷ്ട്രപതിയെ കണ്ട അവകാശവാദം ഉന്നയിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചാൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് പ്രധാനമന്ത്രി മാത്രമായിരിക്കും, പ്രധാനമന്ത്രിയും 1-2 മന്ത്രിമാരും മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എല്ലാ മന്ത്രിമാരും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, സഹമന്ത്രിമാർ, അങ്ങനെ എല്ലാവരും ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ എൻ.ഡി.എ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാഷ്ട്രപതിയെ സന്ദർശിച്ചതിന് ശേഷം ചന്ദ്രബാബു നായിഡു, ഏക്നാഥ് ഷിൻഡെ, നിതീഷ് കുമാർ എന്നിവരുമായി എൻ.ഡി.എ നേതാക്കൾ സംസാരിക്കുന്നതായിരിക്കും. മറ്റൊരു സുപ്രധാനമായ കാര്യം ഈ ബി.ജെ.പി ക്യാമ്പിൽ ഇപ്പോൾ നടക്കുന്നത് RSS നേതാക്കളുമായി ബി.ജെ.പി നേതൃത്വം ഈ മന്ത്രിസഭ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നു എന്നതാണ്. 2019 അങ്ങനെ RSSനെയൊന്നും വലിയ തോതിൽ ഈ ചർച്ചകളൊന്നും നടത്തിയില്ല. RSS നേതാക്കളുമായിട്ടൊന്നും വലിയ ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല. ഇന്നലെ RSS നേതാക്കളായ ദത്താത്രേയ ഹോസബലെ അതുപോലെ തന്നെ സുരേഷ് സോണി എന്നിവരുമായി മണിക്കൂറുകളോളമാണ് ജെ.പി. നദ്ദയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്തതെന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് 3ാം നരേന്ദ്രമോദി സർക്കാരിൽ RSSന്റെ ഒരു മുദ്ര അല്ലെങ്കിൽ RSSന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. ബി.ജെ.പി ക്യാമ്പിൽ അങ്ങനെയാകുമ്പോ നമ്മള് പറയാറില്ലേ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയും പോലെ RSSനെയൊക്കെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല.